ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. എന്തായാലും വർത്താനം സുഖമാണെന്ന് കരുതണം. ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര സുഖമാണ്. സംഭവം എന്താ വെച്ചാൽ ഉമ്മച്ചി ഇതാക്കണം ചെമ്മീൻ കറി ഒക്കെ ഉണ്ടാക്കണം. ചെമ്മീൻ കറി ഞാൻ വിചാരിച്ച് മറ്റേ ചെമ്മീൻ വെച്ചാണ് ഉമ്മച്ചി കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ആകെ ആഹ്ലാദിച്ച് നിൽക്കുന്ന സമയം. പക്ഷേ ഉമ്മച്ചി ഉണ്ടാക്കിയത് ഉണക്ക ചെമ്മീൻ വെച്ചായിരുന്നു. അതിൻ്റെ മണമേ ഞങ്ങളെ മൂക്കിൽ കുത്തി കയറി. നല്ല അടിപൊളി മണമായിരുന്നു മക്കളെ. എന്തൊരു മണയെന്നറിയോ. ഞങ്ങൾ നീച്ച് മണ്ടേന്നു മണം കൊണ്ട്. സംബന്ധിച്ച് നല്ല വൃത്തിയായിട്ട് മണയുന്നു. ഉണക്കച്ചെമ്മീൻ്റെ മണം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എന്താണ് വറുത്തപ്പോൾ അടിപൊളി മാറ്റമായിരുന്നു. അപ്പം പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയായിരുന്നു ഉമ്മച്ചി ഉണ്ടാക്കിയത്. ഉമ്മച്ചി തേങ്ങ ഞാനാണ് ചിരണ്ടി കൊടുത്തത് ഉമ്മച്ചിക്ക്. അത് കാണാനും ഉണ്ട്. സംഭവം എന്താ വെച്ചാൽ തേങ്ങയിൽ നല്ല കട്ടകളുണ്ട്. കാരണം ഞാൻ ഉമ്മച്ചി പറഞ്ഞ ദേഷ്യത്തിൽ ഉമ്മച്ചി ആ തേങ്ങ അരണ്ടാൻ പറഞ്ഞ ദേഷ്യത്തിൽ ഞാൻ തേങ്ങ ചിരണ്ടി ചിരട്ടീന്നൊക്കെ കൂടിയാണ് പോകുന്നത്. പിന്നെ കഷ്ടപ്പെട്ട് ബാക്കി അയക്കില്ല തേങ്ങ ചിരണ്ടി കിട്ടി. ഉമ്മച്ചിനെ കൊല്ലാത്തത് ഭാഗ്യം. സത്യം പറഞ്ഞാൽ തേങ്ങ പൊളിച്ചണമെങ്കിൽ ആപ്പയാണ് ശരിക്കും പൊളിച്ചല്ല. ഞാനും പൊളിച്ചും ആപ്പയും പൊളിച്ചും. എനിക്കുള്ള ജലദോഷമൊക്കെയാണ് കേട്ടോ. അത് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്കും. പിന്നെ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ തൊണ്ടവേദന ആകുമ്പോൾ. അപ്പം ക്ഷമിക്കുക. അടുത്ത വീഡിയോ ആകുമ്പോഴത്തേനും ഇതൊക്കെ ശരിയാവും. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായി പറയാം കേട്ടോ. നിൻ്റെ തൊണ്ട അടഞ്ഞിക്കണ്. അപ്പം ഞാൻ എന്താ അപ്പം ഞാനാണ് ഇവിടെ തേങ്ങ പൊളിച്ചൽ. അപ്പം എനിക്കും തേങ്ങ പൊളിച്ചാൽ മടിയാണ്, എല്ലാവർക്കും ഇവിടെ തേങ്ങ പൊളിച്ചാൽ മടിയാണ്. അപ്പോൾ ഇല്ല തേങ്ങ പൊളിച്ചത് ഞാനിങ്ങനെ കാട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഉമ്മച്ചിൻ്റെ ആകാശനീല കട്ടച്ചട്ടി അല്ല അങ്ങനെ പറയില്ല, ആകാശനീലൻ്റെ കട്ട കളറ് നേവി ബ്ലൂ ചട്ടിയിലാണ് മമ്മി ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന്. അപ്പോൾ ചെറിയുള്ളിയാണ് ആദ്യം വഴറ്റി കൊടുക്കുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും വെല്ലുള്ളിയാണ് ഇടൽ. ഇപ്രാവശ്യം നമ്മൾ ഒരു വെറൈറ്റിക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ കുക്കേഴ്സൊക്കെ അധികം ചെറിയുള്ളി ഉപയോഗിച്ചാട്ടോ എന്താണ് നമ്മൾ കുക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ചെറിയുള്ളിയാണ് വെല്ലുള്ളിനെക്കാളും ടേസ്റ്റ്. അതുകൊണ്ട് നമ്മളിന്ന് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോണത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സഡ് വെൽ. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അല്ലേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് ഉയർച്ചയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം. എല്ലാം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നൊക്കെ ഉണ്ട്. എന്നാലും പറയാം നമ്മളൊരു വിഷമം. അപ്പോൾ നമ്മളിവിടെ തക്കാളി എന്തൊക്കെ സാമഗ്രികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ ഇട്ടതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. എന്നും ഇടണ തക്കാളി, എന്നും ഇടണ പച്ചമുളക്, എന്നും ഇടണ ഉള്ളി അതിനെ ഇട്ട് കൊടുത്തിക്കണത്. കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിക്കണം. വെറൈറ്റി ആയിട്ട് നമ്മൾ വെല്ലുള്ളി ഇടൽ, അത് ചെറുള്ളി ഇട്ടപ്പോൾ ഞാനത് എടുത്ത് പറഞ്ഞിരിക്കണത്. പിന്നെ നമ്മൾ അതിലുള്ള ഓരോരോ മസാല എല്ലാം അതിലെ പൊടികൾ അതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കണത്. ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ വറുത്തരച്ച കറി, അതാണ് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. ഉണക്കച്ചെമ്മീൻ വറുത്തരച്ച കറിയാണ് ഇത്. ഉമ്മച്ചിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയ കറി കേട്ടോ. ഇതിലേക്ക് എല്ലാവരും മാങ്ങ ഇടൽ, നമ്മൾ എന്തിട്ടു പുളിയിട്ടു. എല്ലാവരും മാങ്ങ ഇടൽ. പക്ഷെ ഉമ്മച്ചി വെറൈറ്റി, ഉമ്മച്ചിൻ്റെ റെസിപ്പി അല്ലേ. അപ്പം ഉമ്മച്ചിൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കി. ഉമ്മച്ചി തേങ്ങ മാങ്ങിയല്ല പുളിയിട്ടു. ചെമ്മീനൊക്കെ ഇട്ട് ഉമ്മച്ചി മിക്സ് ചെയ്യാണ്. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. ഞാനത് ഉച്ച കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും വോയിസ് കൊടുക്കണം. അപ്പം നല്ല അടിപൊളി കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തിന്നു കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ തോന്നും. ബട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ഒരു രസമല്ല എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നൊക്കെ ചോദിച്ചു. ഇത് സംഭവം എന്ന് വെച്ചാൽ ചെമ്മീൻ്റെ മണം കേട്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ കറി. എന്താ വെച്ചാൽ ചെമ്മീൻ്റെ ഈ മണം വരുന്നതിൻ്റെ ആ ചോയൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ കരുതി. രസം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതിട്ടോ. പക്ഷെ നല്ല രസമാണ്. ഞാൻ ഉമ്മച്ചിയുടെ സ്വിച്ച് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വലിയ രസമൊന്നുമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു. വലിയ രസമൊന്നുമില്ല, എന്താ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഉമ്മച്ചിയാണല്ല ഞങ്ങളെ നെയ്ബർ ഉണ്ടല്ലോ,
ഞങ്ങൾ നെയ്ബർക്ക് ഇത്തിരി കറി കൊടുത്തിട്ടോ, കറി കൊടുത്തി. ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലൊക്കെ ഉണ്ട് എപ്പോഴും. അപ്പോൾ കറി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ താത്ത വിളിച്ചിട്ട് പറഞ്ഞു, അടിപൊളിയാക്കണ കറി, ഞാൻ 2 പ്രാവശ്യം ചോറെന്ന് പറഞ്ഞു. അമ്മച്ചി കയറി സീലിംഗ് ഫാൻ ഉണ്ടല്ലോ, സീലിംഗ് ഫാനുമേ കറങ്ങി ഇങ്ങനെ നിന്ന്. സംഭവം വെച്ചാൽ പുകയറ്റിയിട്ടേ ഞാനാണെങ്കിലോ ആ സീലിംഗ് ഫാനും വന്ന് തോണ്ടെടുത്ത് നിലത്തിട്ട് ചവിട്ടി. രസമല്ല പറഞ്ഞിട്ട്. അപ്പം നമ്മളെ കറി ഇവിടെ തിളച്ചിക്കണേ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കറിയാണ്. സംഭവം വെച്ചാൽ നല്ല രസമുണ്ട്, തിന്നാനൊക്കെ ബഹുത്തച്ച കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തോളും. ആപ്പ് ഇവിടെ അല്ല, ആപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും ആപ്പാക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാട്ടോ. ഞങ്ങൾ ആപ്പാനെ മിസ് ചെയ്തു സത്യം പറഞ്ഞാൽ. നല്ല അടിപൊളി കറിയായിരുന്നു. നല്ല ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് തിന്നാം. പിന്നെ ഞങ്ങൾ ഇതിന് പപ്പടം കൂട്ടിയിരുന്നു. അപ്പോൾ നമ്മളൊരു കുഞ്ഞി ചട്ടിയുണ്ടോ, ഈ കുഞ്ഞി ചട്ടിക്കാണ് സെർവ് ചെയ്യാൻ പോണത്. നല്ല കണ്ടോ, എനിക്ക് ഈ ചട്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിച്ച് ഞങ്ങളെല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ഇതേപോലത്തെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് കരുതുന്നു. അപ്പം ഓക്കെ, ബൈ.